തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ മറുപടി പറയാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയും ഗുരുതരമായ പ്രതിസന്ധിയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാൽ നൂറ്റാണ്ടുകാലം RSSൽ പ്രവർത്തിച്ച ആനന്ദ് തമ്പി അടക്കം 3 പേരാണ് ഇക്കാലയളവിൽ നേതൃത്വത്തിനെതിരെ ആക്ഷേപമുന്നയിച്ച് മരിച്ചത്. ഏറ്റവും ഒടുവിൽ ആനന്ദ് തമ്പിയുടെ മരണവാർത്തയിൽ ഞെട്ടിയിരിക്കുമ്പോൾ സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ നെടുമങ്ങാട് മഹിളാ മോർച്ച നേതാവും ആശുപത്രിയിലായത് ബി.ജെ.പിയെ വീണ്ടും പ്രതിരോധത്തിലാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായ തിരുമല അനിൽകുമാറും മറ്റൊരു RSS പ്രവർത്തകനും നേതൃത്വത്തിനെതിരെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ച് മരണത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്. ഈ മരണങ്ങളെല്ലാം സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് മറുപടിയില്ലാത്ത പ്രതിസന്ധിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ആനന്ദ് തമ്പി ബി.ജെ.പി. പ്രവർത്തകനോ നേതാവോ അല്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ വിശദീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കാൽ നൂറ്റാണ്ട് കാലമായി തങ്ങൾക്കൊപ്പമുള്ള പ്രവർത്തകനെ തള്ളിപ്പറയാൻ RSS തയ്യാറായില്ല എന്നതാണ് ബി.ജെ.പിക്ക് മുന്നിലെ പ്രതിസന്ധി. കൗൺസിലറായിരുന്ന തിരുമല അനിൽകുമാറിന്റെ മരണത്തിന്റെ ആഘാതം എത്രത്തോളം ബി.ജെ.പിയെ പ്രതിരോധത്തിലാക്കുമെന്ന് പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആശങ്കയുണ്ട്. ഇതിന് പിന്നാലെ അനന്തു അജിയുടെയും ആനന്ദിന്റെയും മരണവും ബി.ജെ.പി. നേതൃത്വത്തെ തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനന്ദ് തമ്പിയുടെ മരണം മാത്രമല്ല, മരണമൊഴി എന്ന് കണക്കാക്കാവുന്ന തരത്തിൽ അദ്ദേഹം അയച്ച സന്ദേശങ്ങൾ അതും പാർട്ടിക്ക് തലവേദനയാണ്. ആനന്ദ് തമ്പിക്ക് സീറ്റ് കിട്ടാത്തതിൽ മരിച്ചതിനെ മാത്രം വിശദീകരിച്ചാൽ പോരാ പാർട്ടി നേതൃത്വം. ഒപ്പം ആനന്ദ് ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് മുതൽ മണ്ണുമാഫിയ ബന്ധമടക്കമുള്ള ആരോപണങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരും. സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം ആനന്ദ് അടുത്ത സുഹൃത്തുക്കളായ ബി.ജെ.പിക്കാരോട് പറഞ്ഞുവെങ്കിലും ഗൗരവമായ ചർച്ചയ്ക്ക് വന്നിരുന്നില്ല എന്നും അതാണ് ബി.ജെ.പിയുടെ വാർഡ് തല പട്ടികയിൽ വരാതെ പോയത് എന്നുമാണ് RSS നേതൃത്വത്തിന് ബി.ജെ.പി. നൽകുന്ന വിശദീകരണം. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി നേതാക്കളും പ്രവർത്തകരും തുടർച്ചയായി ലോകത്തോട് വിട്ടുപോകുമ്പോൾ അത് CPM-ഉം കോൺഗ്രസും ബി.ജെ.പിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടും കൃത്യമായ മറുപടി നൽകാൻ ബി.ജെ.പിക്ക് സാധിക്കുന്നില്ല. സംസ്ഥാന ജില്ലാ നേതൃത്വം ഈ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ കൈകാര്യം ചെയ്തതിൽ വീഴ്ച ഉണ്ട് എന്നത് ചില നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നു. ആഗ്രഹിച്ചിട്ടും സീറ്റ് കിട്ടാത്ത നേതാക്കളെ കണ്ട് സംസാരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ ഒരു പാർട്ടിയും ആഗ്രഹിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് സാരം. ബി.ജെ.പി. കൗൺസിലർ തിരുമല അനിലിന്റെ മരണമായിരുന്നു ബി.ജെ.പി. നേരിട്ട ആദ്യ പ്രതിസന്ധി. തിരുമല അനിൽ എന്ന കെ അനിൽകുമാറിനെ ഓഫീസിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനിൽ നേതൃത്വം നൽകിയ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത പാർട്ടിക്കാർ തന്നെ തിരിച്ചടവ് നടത്തിയില്ല എന്നും അതിൽ പാർട്ടി ഇടപെട്ടില്ല എന്നും ആരോപിച്ച് അനിൽ എഴുതിയ കത്ത് പാർട്ടി ഓഫീസിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നറിയാതെ നിൽക്കുമ്പോഴാണ് RSS ക്യാമ്പിൽ നിന്നുണ്ടായ ദുരനുഭവം ഉന്നയിച്ച് കോട്ടയം സ്വദേശി അനന്തു അജിയുടെ വീഡിയോയും പുറത്തായത്. ഈ 2 മരണങ്ങളിലും പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ബി.ജെ.പിയെയും RSSനെയും കൂടുതൽ വിഷമസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആനന്ദ് കെ തമ്പിയുടെയും മരണവാർത്ത. ആനന്ദിന്റെ മരണക്കുറിപ്പിൽ പേരെഴുതി വെച്ച ബി.ജെ.പി. നേതാക്കളുടെ മാഫിയ ബന്ധം ചർച്ചയാകുന്നത് ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയെ അടിതെറ്റിക്കും. നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുഖ്യ പ്രതിപക്ഷമായ ബി.ജെ.പി. ഇക്കുറി ഭരണം പിടിക്കണമെന്ന കണക്കുകൂട്ടലോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ബി.ജെ.പിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള നിയോജക മണ്ഡലമായ നേമത്താണ് തൃക്കണ്ണാപുരം വാർഡ് വരുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യപ്പെടുന്ന മണ്ഡലവുമാണ് നേമം. അവിടെ തന്നെ പാർട്ടിയുടെ മുഖം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള സംഭവം ഉണ്ടായതിൽ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന് ഉത്തരം പറയേണ്ടി വരും. ആദ്യം മരിച്ച തിരുമല അനിലും ഇപ്പോൾ ആനന്ദും ജില്ലയിലെ പാർട്ടിയുടെ വിജയ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. ഭരണത്തിന്റെ പേരിൽ ഇരു മുന്നണികളെയും വിമർശിക്കുന്ന ബി.ജെ.പിക്കെതിരെ ഈ മരണങ്ങൾ LDF-ഉം UDF-ഉം ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. തിരുമല അനിലിന്റെ മരണത്തെ പ്രതിരോധിക്കാമെന്ന് വിശ്വസിച്ച ബി.ജെ.പിക്ക് അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം തിരിച്ചടികളെ എങ്ങനെ നേരിടണം എന്നതിൽ ആശങ്കയുമുണ്ട്. മാറ്റത്തിന്റെ അലയൊലി ധ്വനിപ്പിക്കാൻ ഇറങ്ങിയവർ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്ന പ്രതീതിയാണ് ഇപ്പോൾ എന്തായാലും ഉണ്ടാകുന്നത്.